ഹായ് ഹലോ. ഞങ്ങൾ എടത്വപള്ളി പെരുന്നാളിന് പോയതാണ്. ഞാനും കിച്ചനും മമ്മിയും കൂടെ. ഭയങ്കര ക്രൗഡായിരുന്നു, എന്തോ തിരക്കായിരുന്നു എൻ്റെ പൊന്നോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അവിടെ ഭയങ്കര ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ രാത്രി പോകണമെന്ന് പറഞ്ഞിട്ടാണ് മമ്മി പോയത്. നിറച്ച് തിരക്കായിരുന്നു, നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാര്യം ആ ഒരു ടൈം ആയതുകൊണ്ടാണ്. 8-8:30 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു പോയപ്പം. പുണ്യാളൻ്റെ ഫോട്ടോ മാറി മാറി ഡിസ്പ്ലേ വരുന്നുണ്ടായിരുന്നു പള്ളി മുഴുവനായിട്ടും. അത് കാണാനായിട്ടാണ് രാത്രി വന്നത്. നല്ല കച്ചവടവും തിരക്കും ആൾക്കാരും. ഇവിടെ ഒരുപാട് തമിഴ് ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയും കൂടെ പെരുന്നാളല്ലേ ഇപ്പം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് രണ്ട് ആൾക്കാരുമുണ്ട്, മലയാളികളുണ്ട് തമിഴരും ഉണ്ട്. പള്ളിയിലോട്ട് കയറിയപ്പം അവിടെ ഡിസ്പ്ലേയിൽ പല പല ഫോട്ടോസ് വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കാര്യം വേറെ പള്ളിയിലൊക്കെ കാണും, പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. കുറച്ച് നേരം അവിടെ നിന്ന് പല യേശുവിൻ്റെയും ഉണ്ണീശുവിൻ്റെയും പുണ്യാളൻ്റെയും എല്ലാവരുടെയും ഫോട്ടോ മാറി മാറി വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ടുകൊണ്ട് നിന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നല്ലതായിട്ടിരുന്ന് കാണുമായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഭയങ്കര തിരക്കായിരുന്നു. കുറേ പേര് താഴെ കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ മലയാളികളുണ്ട്, ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. തീർത്ഥാടന കേന്ദ്രമാണല്ലോ ഇത്. അപ്പം നിറച്ച ആൾക്കാർ താഴെ ഇരിക്കുകയും എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് അങ്ങോട്ട് നടന്നു. അവിടെ നിന്ന് നേർച്ച വരുന്നുണ്ടായിരുന്നു. നേർച്ച അവിടുത്തെ ഒരു വഴിപാടാണ്. തലവേദനയും മറ്റ് ബുദ്ധിമുട്ടുകൾക്കൊക്കെ കല്ലിഷ്ടിക തലയിൽ വെച്ച് പള്ളിക്ക് വലം വെച്ചാൽ അത് മാറി കിട്ടുമെന്നാണ് അവിടുത്തെ വിശ്വാസം. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ അവിടെ അച്ഛന്മാരിരിക്കുന്നായിരുന്നു. അവിടെ തന്നെയാണ് അടിമ സമർപ്പണം. അപ്പോൾ എല്ലാ വർഷവും പോകുമ്പോഴും മമ്മി അടിമ സമർപ്പണം ചെയ്യാറുണ്ട്. അങ്ങനെ എന്നല്ലേ പറയുന്നത് കറക്റ്റായിട്ട്. അപ്പം ഈ വട്ടവും ഞങ്ങൾ അങ്ങോട്ട് പോയി. അച്ഛൻ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് മാതാവിൻ്റെ കുരിശടിയിലോട്ടാണ് പോയത്. അവിടെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഇതുപോലെ ആൾക്കാർ വന്നിരിപ്പുണ്ടായിരുന്നു. അവിടെ ആ ഹോളിൽ നിറച്ച ആൾക്കാർ കിടക്കുമായിരുന്നു. കാര്യം പുറത്തുനിന്ന് വന്നവർ, കേരളത്തിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരവിടെ സ്റ്റേയിങ് ഉണ്ട്. സ്റ്റേ ആയതുകൊണ്ട് ആ ഒരു ഹോള് ഫുള്ള് കംപ്ലീറ്റ് ഫുള്ളാണ്. പിന്നെ നമ്മൾ കുരിശടിയിലോട്ട് കയറി. കുരിശടി നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത്. മാതാവിൻ്റെ നല്ല ലൈറ്റും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാര്യം നമുക്ക് എല്ലാ സൈഡിൽ നിന്നാലും എവിടെ നിന്നാലും ഫോട്ടോ എടുത്ത കിടിലാണ്. നല്ല ഭംഗിയായിട്ടാണ് മാതാവിനെ അലങ്കരിച്ചേക്കുന്നത്. അവിടെ ഒരു വാട്ടർഫോൾസ് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ മെയിനൊക്കെ ഉണ്ട്. അവിടെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ കുരിശടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അങ്ങോട്ട് പള്ളിക്ക് ചുറ്റും നടക്കാൻ പോയി. കാണാനും ഒക്കെ മമ്മിയും ചക്കനും കൂടെ അവിടുത്തെ ലൈറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. ഞാൻ അവിടെ ഉള്ളതെല്ലാം കണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ഹായ് പറയാൻ വരുമ്പോഴത്തേക്ക് അമ്മി ഹായ് പറഞ്ഞാണ്. എന്നിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അവിടെ കുമ്പസരിക്കണമെന്ന് മമ്മിക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കുമ്പസരിക്കാനുള്ള ഹോള് നിറയെ അവിടെ സ്റ്റേയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പള്ളിയുടെ ലൈറ്റ്സൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. അപ്പം മമ്മി ഇതിലേക്കൂടെ അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടുന്ന് ഓരോരുത്തർ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അകത്തോട്ട് കയറി അവിടെ പുണ്യാളനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നത്. ഇവിടെ പഴയ പള്ളിയാട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ ഫാന് ഉണ്ട്. ആ 2 ഫാനിന് നല്ല കാറ്റാണ്. എന്തോ കാറ്റാ, ഭയങ്കര കാറ്റാണ്. പതുക്കെ ഞാൻ വിചാരിക്കുകയും ചെയ്യും, ഇത് പതുക്കെയാണല്ലോ കറങ്ങുന്നത്, ഇത്രയും കാറ്റ് എവിടെ നിന്ന് വരുന്നു. എന്തോ അതിൻ്റെ ഐഡിയോളജി അങ്ങനെ ആയിരിക്കാം. ഇത് കണ്ടോ, ഫ്രണ്ടിലും ഇതുപോലെ ആൾക്കാർ പാവിരിച്ച് ഷീറ്റ് വിരിച്ചൊക്കെ കിടപ്പുണ്ട്. തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് അതുപോലത്തെ തിരക്കും ഭയങ്കര ആൾക്കാർ കുറച്ച് കുറയുന്നുണ്ടായിരുന്നു. രാത്രി ആവുന്തോറും ആൾക്കാരുടെ ക്രൗഡും കുറയുന്നുണ്ടായിരുന്നു. എന്നാലും ഉണ്ട്. അവിടെ ഇഷ്ടിക കൊണ്ടും മുത്തുക്കുട കൊണ്ട് നേർച്ചയാണ് അവർ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര്. അത് ചെറുപ്പക്കാരും പ്രായമായവരും കുട്ടികളും ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവർക്കും നേർച്ച പറയാൻ പറ്റിയ ഒരു വഴിപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അകത്തോട്ട് പുണ്യാളനെ എടുത്തോട്ട് പോയി. അമ്മയും ഞാനും ചാക്കനും കൂടെ ക്യൂ നിന്ന് പുണ്യാളനെ കാണാനായിട്ട് നിന്നു. അവിടെ ചെന്ന് നേർച്ച ഇട്ടിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ചോളം, അരി, കുരുമുളക്, ഉപ്പ്, ഈ കയ്യിൽ കിട്ടുന്ന ചരട്, ഇത് അവിടെ നിന്ന് കിട്ടുന്നതാണ്.
അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കുരുമുളക് അടിച്ച് തയ്ച്ചല്ല എരിച്ചു. പിന്നെ അവിടെ ഒരുപാട് സ്ഥലത്ത് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് വെള്ളവും കുടിച്ച് ലൈറ്റ്സൊക്കെ കണ്ട് അപ്പോൾ കൊടി കയറി കിടക്കുന്നത് കണ്ട് അവിടുന്ന് പിന്നെ അമ്മി എണ്ണ എടുത്ത് കുരിശ് വരയ്ക്കും. പിന്നെ ഈ ഇട്ടേക്കുന്ന ഇഷ്ടികയൊക്കെയാണ് ഈ ആൾക്കാർ എടുത്ത് തലയിൽ വെക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളും ഒന്നുമില്ല. എടുത്ത് തലയിൽ വെച്ച് നമ്മൾ പള്ളിക്ക് വലത്ത് വെക്കുക, അതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അങ്ങനെ പുറത്തോട്ട് വന്നു. പിന്നെ കടയുടെ മേളയാണ്. മാലക്കട, കമ്മൽ കട, ആ കട, ഈ കട, മറ്റേ കട, മറിച്ചേ കട. എൻ്റെ ദൈവമേ, മമ്മിക്ക് കമ്മൽ വേണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റഡ് നോക്കാനായിട്ട് നിന്നതാണ് ഇത്. അത്യാവശ്യം ആ കടയിൽ നിറച്ച് തിരക്കായിരുന്നു. എൻ്റെ അവിടുന്ന് പിന്നെ എങ്ങോട്ട് ഏത് സൈഡിലോട്ട് പോലും കടയായതുകൊണ്ട് അവിടെ എല്ലാം ക്രൗഡായിരുന്നു. പിന്നെ പള്ളിയിലെ ക്രൗഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് കടയിലെ ക്രൗഡായി. പിന്നെ ഇത് കാണാം, എനിക്കിപ്പോഴും ഈ ഗ്ലാസ് ഐറ്റംസ്, കപ്പ് ഐറ്റംസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ. എന്താണെന്ന് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ, പള്ളിയർക്കാവിൽ അമ്പലത്തിൽ പണ്ട് 10ാമത്തെ ഉത്സവത്തിന് പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരുപാട് കടകൾ കാണുമേ. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിക്കാനായിട്ട് അങ്ങനെ പോകത്തില്ല അമ്പലത്തിലൊക്കെ. അപ്പോൾ എനിക്കതാണ് ഒരു നൊസ്റ്റു, ഇത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റു. ഈ കാണുന്ന ഐറ്റംസ് അല്ലായിരുന്നു, പണ്ട് വേറെ ഐറ്റംസ് ആയിരുന്നു. പക്ഷേ എന്നാലും ചില ഐറ്റംസൊക്കെ കണ്ടപ്പം ഒരു നൊസ്റ്റു. പിന്നെ ആദ്യമൊക്കെ ഒരു കളറിംഗ് ബുക്ക് മേടിച്ചു. അത് ഞങ്ങൾ തിരിച്ചു പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ